അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത കടലും കായലും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ കായലുകളിൽ വള്ളം തുഴയുന്ന സമയത്ത്, വള്ളത്തിനോട് മല്ലിടിക്കുന്ന സമയത്ത് രാമായണത്തിൻ്റെ പാട്ടുകൾ പാടി ആ ഭക്തിയുടെ ശക്തിയിലാണ് കായൽ തിരകളെ മറിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിതം കരിപ്പിടിപ്പിച്ചത്. ആ സമയത്ത് പാടുന്ന കുട്ടനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ പാടുന്ന വള്ളംകളി പാട്ടുണ്ട്. 3 തരം വള്ളംകളി പാട്ടുണ്ട്. ഒന്ന് ആറന്മുള ശൈലി, വെച്ചുപാട്ട് ശൈലി, കുട്ടനാടൻ ശൈലി. ഇതിൽ കുട്ടനാടൻ ശൈലിയാണ് പാടുന്നത്. ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയി രാവണനും ലങ്ക തന്നിൽ വച്ചോളിച്ചിരിക്കും കാലം. ഓദിത്തിത്താര, ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഏറ്റു പാടണം. ഇത് അറിയുന്നതാണ്. തെറ്റിയാലും കൂട്ടത്തിൽ തെറ്റിയാലും അറിയുന്നില്ല, പാടിക്കോളും, ധൈര്യത്തിൽ പാടിക്കോളും. നമുക്ക് ദേവിയുടെ മുന്നിൽ അങ്ങനെ നമ്മൾ പാടുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലുള്ള എല്ലാ വിഘ്നങ്ങളും തീർന്ന് സംഗീതത്തിലൂടെ ദൈവികതയിലേക്ക് നയിക്കാനുള്ള ഒരു വലിയ പാതയാണ്, പ്രേരണയാണ് ഈ സംഗീതം, ഈ കൂട്ടായ്മയും ഉണ്ടാക്കുന്നത്. നമുക്ക് തിത്തിത്താര തിത്തിത്തെ തിത്തേ 2 പ്രാവശ്യം പാടി കൂടി. ഓ തിത്തിത്താരാദിത്തിത്തേ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ. ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയി രാവണൻ ലങ്ക തന്നിൽ വച്ചോളിച്ചിരിക്കും കാലം. ഓ തിത്തിത്താരാദിത്തിത്തേ, ഓ തിത്തിത്താരാദിത്തിത്തേ. ശ്രീരാമനും ലക്ഷ്മണനും അന്വേഷിച്ചു ചെല്ലും നേരം പക്ഷിരാജൻ തന്നെ കണ്ടിട്ട അവസ്ഥ ചൊല്ലി. ഓ തിത്തിത്താരാദിത്തിത്തേ, ഓ തിത്തിത്താരാദിത്തിത്തേ. പക്ഷിക്കു മോക്ഷവും നൽകി കർമ്മവും കാണിച്ചു രാമൻ ബാലികേറ മലയുടെ താഴ്വരയിലൂടെ. ഓ തിത്തിത്താരാദിത്തിത്തേ, ഓ തിത്തിത്താരാദിത്തിത്തേ. സുഗ്രീവൻ പറഞ്ഞു ശ്രീ ഹനുമാനോടിതു നേരം നോക്കട ശ്രീ ഹനുമാനെ 2 വാരാൻ വരുന്നത്. തിത്തിത്താരാദിത്തിത്തേ, ഓ തിത്തിത്താരാദിത്തിത്തേ. ജടയും വട്ടുലവില്ലും ശരങ്ങളുമുണ്ട്, ഏതുകൊണ്ടും പേടിക്കേണ്ട രാജൻ നമുക്ക്. ഓ തിത്തിത്താരാദിത്തിത്തേ, ഓ തിത്തിത്താരാദിത്തിത്തേ. ശ്രീരാമന്റെ തിരുമുമ്പിൽ തൊഴുതു ചെന്നിരുന്നോര് ശ്രീ ഹനുമാനെ വിളിച്ച് അരുളി ചെയ്തു. ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ. 6000 വാനരന്മാർ ഒരിക്കൽ പോയിരുന്നു വീരനായ സുഗ്രീവന്റെ പ്രപഞ്ചം തന്നെ. ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ. ജാനകി സഹസ്രയെ കണ്ടു ചെന്നു വന്നിടുവ ഞാനൊരാളെ കയക്കുന്നു പിന്നെയാവുണ്ട്. ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ. നീയല്ലാതെ മറ്റൊരാളെ കണ്ടതില്ല കാമിനി, നിന്റെ വേല വീരമല്ല അറിഞ്ഞു ഞാനേ. ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ, ഓ തിത്തിത്താരാദിത്തിത്തേ തിത്തേ രഗദൈദൈ. ആഞ്ജനേയ സ്വാമിയെക്കുറിച്ച്, ആഞ്ജനേയ സ്വാമിയുടെ ഒരു ജീവചരിത്രമാണ് ചുരുക്കി ഇവിടെ പാടുന്നത്. വില്ലാളി വീരൻ ആഞ്ജനേയ സ്വാമി, നിൻ പാദം കൈ തൊഴുന്നേൻ ചരിതം പാടിടുന്നേൻ. വില്ലാളി വീരൻ ആഞ്ജനേയ സ്വാമി, നിൻ പാദം കൈ തൊഴുന്നേൻ ചരിതം പാടിടുന്നേൻ. വില്ലാളി വീരൻ ആഞ്ജനേയ സ്വാമി. മാതാവ് അഞ്ജന പിതാവ് വാസുദേവൻ, മാതാവ് അഞ്ജന പിതാവ് വാസുദേവൻ, ഗുരു സൂര്യദേവൻ ഈശ്വരൻ രാമദേവൻ.
വടമാല വെറ്റിലമാല ഹനുമാനെ ഏറെ ഇഷ്ടം. വടമാല വെറ്റിലമാല ഹനുമാനെ ഏറെ ഇഷ്ടം. അവിൽ വെണ്ണ പഴങ്ങൾ ഹനുമാനെ ഏറെ ഇഷ്ടം. ചിരഞ്ജീവി യോദ്ധാവ് സർവവേദ പണ്ഡിതൻ ബ്രഹ്മചാരി ഗുണനിലയൻ ശ്രീരാമ ഹനുമാൻ. പിറവി കൊണ്ട നേരം ഉദയേ സൂര്യനെ, പിറവി കൊണ്ട നേരം ഉദയേ സൂര്യനെ, പഴമെന്നു കരുതി തിന്നാൻ കുതിച്ചു കാടി, പഴമെന്നു കരുതി തിന്നാൻ കുതിച്ചു കാടി. ഗ്രഹതാരങ്ങളെ അമ്മാനമാടി ദേവൻ സിംഹലങ്കിനിയെ ശക്തിയാൽ കീഴടക്കി. ഗോവിന്ദനായ ഇന്ദ്രൻ വജ്രായുധമെറിഞ്ഞ് ആഞ്ജനേയ ഹനുവിൽ തട്ടി ഹനുമാൻ നാമമാകെ. കോട്ടയ്ക്കു മുമ്പിലും നഗര കവാടത്തും, കോട്ടയ്ക്കു മുമ്പിലും നഗര കവാടത്തും കാവൽ പ്രതിഷ്ഠദേവൻ ശ്രീ ഹനുമാൻ ദേവൻ ശ്രീരാമദേവൻ ശ്രീരാമഭക്തൻ. ഈ ഹനുമാന്റെ കോട്ടയ്ക്ക് മുമ്പിലും ഈ നഗരങ്ങളുടെ കവാടങ്ങളിലും ഉത്തരേന്ത്യ ഭാഗങ്ങളിലൊക്കെ നിരവധിയാണ് ഹനുമാന്റെ. അതുപോലെ തന്നെ പലർക്കും അറിയാത്തത് ഹനുമാൻ നല്ല ഗായകനും കൂടിയാണ്. നിങ്ങൾ സരസ്വതി ലക്ഷ്മി ഇവരൊക്കെ പൂജിക്കുന്ന പോലെ തന്നെ ഹനുമാനെയും പൂജിക്കണം. കാരണം അദ്ദേഹം നല്ല പാട്ടുകാരനും കൂടിയാണ്.